ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ മേക്ക് ഓവറാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബെഡ്റൂമിൽ എന്തൊക്കെയുള്ളതെന്നൊന്ന് കാണിച്ചു തരാം. ഒരു ഇൻബിൽറ്റ് ഷെൽഫുണ്ട്, പിന്നെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഷെൽഫും കൂടെ ഉണ്ട്. അത് രണ്ടുമാണ് നമ്മൾ സ്റ്റോറേജിനായിട്ട് ഈ ഒരു ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ വിൻഡോ യൂണിറ്റ്, 2 വിൻഡോ യൂണിറ്റ് ഉണ്ട്. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ കോട്ടാണ്. നമ്മളിതിൽ 2 കോട്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് സിംഗിളും പിന്നെ ഒരു ഡബിൾ കോട്ടുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞു ടേബിളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊരു സ്വിങ് മെഷീൻ മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ മേക്ക് ഓവറൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു റൂം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു 2 കോട്ടും ഒന്ന് സെൻട്രലൈസ് ചെയ്ത് നീക്കിയിട്ട് കൊടുത്തിട്ട് ഫുള്ള് ചുമരും നമ്മുടെ വിൻഡോസും പിന്നെ ഷെൽഫൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഷെൽഫിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ പൊടിയൊക്കെ പിടിക്കുന്ന ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ വീക്കിലി ഡീപ്പ് ക്ലീൻ ചെയ്താലും ഒരു 3 days ഒക്കെ കഴിയുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പൊടി പിടിച്ചിട്ടുള്ളത് കാണാം. അപ്പോൾ ആ ഒരു സൈഡൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലോറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് ബാക്കി തുടച്ചെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാ ഫർണിച്ചറും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലോറും കൂടെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു റൂമിൻ്റെ മേക്ക് ഓവർ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അധികം വലിപ്പമൊന്നും ഇല്ലാത്ത റൂമായതുകൊണ്ട് തന്നെ ലൈറ്റ് ഷെയ്ഡിലുള്ള ബെഡ്ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊരു വൈഡ് ലുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ റൂമിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള 2 കോട്ടും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും ഒരു സിംഗിൾ കോട്ട് ലുക്കിലാക്കിയിട്ടാണ് നമ്മൾ ബെഡ്ഷീറ്റും കംഫർട്ടൊക്കെ വിരിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യണത് ഈ വിൻഡോസിലൊക്കെ കർട്ടൻ കൂടെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ അതും ഞാൻ വൈറ്റ് ഷെയ്ഡിലുള്ള കർട്ടനാണ് ചൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അത് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ മാത്രമേ നമ്മൾ കർട്ടൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷോർട്ടേജ് ആയത് കാരണമാണ് ഒരു വിൻഡോയിൽ മാത്രം കർട്ടൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പം എല്ലാ വിൻഡോസിലും സെയിം കർട്ടൻസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എലോങ്ങേറ്റഡ് ആയിട്ട് നിൽക്കുന്ന നല്ല നീളത്തിൽ തന്നെയുള്ള ഫ്ലോർ ലെങ്ത്തിലുള്ള കർട്ടൻസ് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നമ്മളെ റൂമിനൊക്കെ നല്ലൊരു എലോങ്ങേറ്റഡ് ലുക്ക് കിട്ടുന്നതായിരിക്കും. ഷോർട്ട് കർട്ടൻസൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ഒരു കുഞ്ഞു റാക്ക് എന്ന് പറയുന്നത് ഡെയിലി ഫങ്ഷൻ ഏരിയ ആയിരുന്നു. ഇനിയിപ്പോൾ ഞാനത് മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ഒരു ഡെക്കറേറ്റീവ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമ്മളിവിടെ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഗ്രീനറി എപ്പോഴും ആഡ് ചെയ്യുന്നത് ഒരു നല്ല ലുക്ക് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനൊരു ഹാങ്ങിങ് പ്ലാന്റ്, മണി പ്ലാന്റാണ് ആഡ് ചെയ്യുന്നത്. വിൻഡോൻ്റെ സൈഡിലും കർട്ടൻ സൈഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു റാക്കിലും ഒരു പ്ലാന്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ മോസ്റ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള റൂംസിലൊക്കെ പ്ലാന്റ്സ് വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വീക്കെങ്കിലും നമ്മൾ അതൊന്ന് പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഒരു ഫിൽറ്റേർഡ് സൺലൈറ്റെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനെയും കൂടെ ഒന്ന് പരിഗണിച്ചേക്കണേ. അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു റാക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ ലുക്കൊന്നും നമുക്കൊന്ന് ശരിക്കൊരു വ്യൂ കിട്ടാത്തതുകൊണ്ട് ഞാനത് പ്ലേസ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിങ്കോണിയം പോട്ട് ഞാൻ വിൻഡോ സൈഡിലും പിന്നെ റാക്കിൽ നമ്മളൊരു കുഞ്ഞു സ്നേക്ക് പ്ലാന്റുമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഒന്ന് റീപ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഞാൻ DIY ചെയ്തിട്ടുള്ള ഒരു ടവർ ഹൗസിൻ്റെ മോഡലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു റാക്കിൽ ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ഒരു ഷെൽഫിൽ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു സ്പ്രേ ബോട്ടിലാണ്. അപ്പം ഇത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലായത് കാരണമാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള നമ്മളെ ഹാപ്പി ആക്കുന്ന എന്തും നമുക്ക് നമ്മുടെ ബെഡ്റൂംസിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഡെക്കറേറ്റീവ് പീസ് അല്ലെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതായതുകൊണ്ട് ഞാനതിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഇതുവരെയുള്ള ബെഡ്റൂം ട്രാൻസ്ഫോർമേഷൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിൻഡോയിൽ കർട്ടൻ ഇല്ലാത്തത് ശരിക്ക് അറിയാനുണ്ട്. പക്ഷെ അത് നമ്മൾ ഷോർട്ടേജ് കാരണം ചെയ്തില്ല. അപ്പോൾ അത് പറ്റുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വരുന്നത് നമ്മുടെ ആ ഒരു DIY ആണ്. അപ്പോൾ അതും കൂടെ ചെയ്തെടുക്കാം നമുക്ക്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് റോളും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. കാർഡ്ബോർഡ് പീസ് ഒരു തിൻ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിലൂടെ കട്ട് ചെയ്തെടുത്തിട്ട് എഗെയിൻ അത് നമ്മളൊന്ന് പാർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഐസ്ക്രീം സ്റ്റിക്സ് ഒന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ 2 പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ പീസിലും നമ്മൾ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്സാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഫെവിക്കോൾ ആയത് കാരണം കുറച്ചൊരു ടൈം എടുക്കും നമുക്ക് ഒട്ടി കിട്ടാനായിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ എൻഡിലും കൂടെ നമ്മളതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു റൂമിൽ എനിക്ക് മേക്ക് ഓവർ കൊടുക്കണമെന്ന് തോന്നിയിട്ടുള്ളൊരു പാർട്ടാണ് ഈ ഒരു ബൾബിൻ്റെത്. അപ്പോൾ ഇത് ഒരു വാൾ മൗണ്ടഡ് ഹോൾഡറാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബൾബിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സ്ലാൻഡിങ് പൊസിഷനിലായിരിക്കും ഇത് നിൽക്കുന്നത്.
അപ്പോൾ നമുക്ക് വേർട്ടിക്കലായിട്ടുള്ള ഒരു ഹോൾഡറിൽ ഡെക്കറേറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു ചലഞ്ചിങ് ആയിരിക്കും ഇങ്ങനെ നിൽക്കുന്ന ഒരു പൊസിഷനിലേക്കുള്ള ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യണില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ആ ഒരു ബൾബ് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡെക്കറേറ്റീവ് പീസാണ്, അതിൻ്റെ ഒരു കവറാണ് ചെയ്തെടുക്കാൻ പോണത്. ഇനിയിപ്പോൾ ഈ ഒരു സ്ലാൻഡിങ് പൊസിഷനിലൊക്കെ നിൽക്കുന്ന ബൾബിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഡെക്കർ കവറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഒരു മേക്ക് ഓവർ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സിമ്പിൾ വേയിലുള്ള ഒരു ഡെക്കർ കവറാണ് ഈ ഒരു ബൾബിന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കവറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ ഒരു ഹോൾഡറിലേക്ക് ഇൻസ്റ്റാളും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡേ ലുക്കും നൈറ്റിൽ ഉള്ള ഒരു വ്യൂവും കൂടെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം മേക്ക് ഓവറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്